അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ സ്ഥലത്തേക്ക് പോവാണ്. എവിടെയാണോ? ഫൗണ്ടേഷൻ at the top Burj Khalifa. അപ്പോൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എസ്കലേറ്ററിൽ കയറിയിട്ട് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സമയമായിട്ടുണ്ട്. അതിൻ്റെ ഒരു ചടപടേ ടെൻഷൻ ഉണ്ട്. താഴേക്ക് പോകണം. എന്നാൽ താഴെയും മേളിലും പോയി നിൽക്കും. ഇത് തന്നെ വന്ന് മുമ്പേ എനിക്കത് തോന്നി. നടന്ന് കാല് വേദന എടുക്കുന്നു. വയസ്സായ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണം. ഉള്ള ഷോ അത്രയും എടുത്തിട്ടിട്ട് വയ്യ, ഒന്നിനും വയ്യ. എന്താണ് പറഞ്ഞത്? പിങ്ക് വിൻഡോയിലേക്ക് പോകാൻ പറഞ്ഞു. നമ്മളങ്ങനെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് പിങ്ക് വിൻഡോ കാണാൻ വേണ്ടി. കാണാനല്ല, അതിൻ്റെ അടുത്തേക്ക് എത്താൻ. നമ്മൾ ടിക്കറ്റ് അവിടെ കാണിച്ചു. ഇനി നമ്മൾ ആ സ്ഥലത്തേക്ക് ആകെയാവുകയാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് ഒരു പോക്കില് നടക്കും. ഇതുപോലെയായിരുന്നു. 2007 അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഇതുപോലെയായിരുന്നു. 2008 ആയപ്പം ഓൾമോസ്റ്റ് 2009 കംപ്ലീറ്റ്. നല്ല തിരക്കുണ്ട് ഗൈസ്. നല്ല ഈ ഒരു സമയം, ഇതിപ്പോൾ സമയം 2:30 ആ ഒരു സമയത്ത് ആൾക്കാരുടെ തിരക്കാണിത്. എന്താ പറഞ്ഞ 7 ഇത് 77 സെക്കൻഡ് കൊണ്ടാണ് എത്രാമത്തെ നിലയിലെത്തുന്നത്? ടോപ്പിലെത്തുന്നത്. 77 സെക്കൻഡ് കൊണ്ട്. എത്രാമത്തെ നില? എത്ര നിലയുണ്ട്? 1 അതിന്റെ സ്പീഡ് കണ്ടോ? അതെ. അയ്യോ, ചെവിയൊക്കെ പോയി. ചെവിയിലെ ഗ്യാസ് 7 സെക്കൻഡ് കൊണ്ടാണ് എത്തുന്നത്. 77 സെക്കൻഡ് കൊണ്ടാണ് 125ാമത്തെ ഫ്ലോറിലെത്തിയത്. 125ാമത്തെ നിലയിൽ എത്തിക്കഴിഞ്ഞു. അതും 24 സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ നോക്കൂ ഗൈസ്, ഒരു രക്ഷയില്ല മോനെ. എന്താണ് ഇവിടെ നിന്ന്? അയ്യോ, ഈ കെട്ടിടം കെട്ടിയ ആൾക്കാരെ കാണാൻ നമിക്കണം. താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് കാറൊക്കെ വന്നിട്ട് നമ്മൾ ഈ കളിപ്പാട്ടക്കാരുണ്ടല്ലോ, അതേപോലെ അങ്ങനെയായി. അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ വേണ്ട. അതേ ടോപ്പ് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അത് കടലാണോ? ദുബായ്. ഇതാണ് ദുബായ് സിറ്റി. വല്ലാത്തൊരു ഫീലിങ്സ് ആണ് ഗൈസ്. ഒരു രക്ഷയില്ല. അവിടെ ഒരു എമറാത്തിന്റെ സ്വിമ്മിംഗ് പൂൾ കാണാൻ പറ്റുന്നുണ്ട്. അതേ അതായിപ്പോയി. എംആറിന്റെ സ്വിമ്മിംഗ് പൂൾ കാണാൻ പറ്റുന്നുണ്ട്. സൂം ചെയ്ത് നോക്ക്, കണ്ടോ? അതേ എത്രയോ വലിയ ടോപ്പിലാണ്. ഈ ഗ്ലാസ് പൊട്ടി താഴെ പോയാൽ നമ്മളിപ്പോ ആൾക്കാർ ചീത്ത വിളിക്കുന്നതന്നെ. Guy, excited, so excited. Mission 828. ഇവിടെ അതുമല്ല, ഷോപ്പിങ്ങും ഉണ്ട്. നമുക്ക് വെറുതെ ഇതിൻ്റെ ഒരു റേറ്റ് ഒന്ന് നോക്കാം. റേറ്റ് വന്നിട്ട് 52 ദിർഹംസ്. ഈ ഒരു സ്വിമ്മിംഗ് പൂൾ കാണാം. സ്വിമ്മിംഗ് പൂൾ കാണാൻ ഗൈസ് വരൂ. തലക്കിട്ട്
പൂളല്ല, ഇത് വാട്ടറിൻ്റെ എന്തോ സംഭവമാണ്. അതൊന്ന് പിന്നെ ചെറിയ പൂളുണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്, മോതിരത്തിൻ്റെ കല്ലുവലാണ് ഇത്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ കുടുംബം. പൈസ കുറേ പോയെങ്കിലും കുഴപ്പമില്ല, എല്ലാം സാധിച്ചതിന് ഉപകാരം. താങ്ക് യു. ഡ്രീമായിരുന്നു ബുർജ് ഖലീഫ കാണണം എന്നുള്ളത്. കുറച്ച് ക്യാഷ് ആയാലും നമ്മളതൊക്കെ ചെയ്തു. പാച്ചയ്ക്ക് താങ്ക്സ്. പാച്ചയ്ക്ക് ഫ്ലോറിൽ നമ്മൾ നിൽക്കുന്നത് 125ാമത്തെ ഫ്ലോറിലാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ 124 താഴേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പാണ്. അടിപൊളി സ്റ്റെപ്പ്. ഹായ് ഗൈസ്, അപ്പം നമ്മളിവിടെ നിന്ന് സെൽഫി വീഡിയോ എടുക്കുന്നു. നമ്മളിവിടെ ഒരു പൂമ്പാറ്റയെ കണ്ടു, ബട്ടർഫ്ലൈ. ഏഞ്ചൽ, സോറി, ഏഞ്ചൽ എന്നും പറയാം. ഞാൻ പറഞ്ഞു പോകും. ഹായ് ഗൈസ്. At the top, we are top. ഒരു മഴ വീഴ. എന്താ പറയാ, ഇനി നമ്മള് വീണ്ടും മേളിലോട്ട് പോവുകയാണ്. മേളിലോട്ട് പോവുകയാണ്. ഇനി 145ാമത്തെ നിലയിൽ പോയിട്ടേ കാര്യമുള്ളൂ. എല്ലാം കൂടെ തുലച്ചു. ജിക്ക് ഇതൊക്കെ പേടിയായി. 5ാമത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് പോവാൻ തോന്നുന്നില്ല, അത്രയും ഭംഗിയുള്ള. എല്ലാവരും പറയും പ്രകൃതി രമണീയമാണ്, ബിൽഡിങ്ങും രമണീയമാണ്. എല്ലാ സീനും ഇവിടെ നിന്ന് പിടിക്കാൻ പറ്റും. 1400 രൂപയാണ് ആ ടീഷർട്ടിൻ്റെ റേറ്റ്. അതെ, 90 ദിറംസിൻ്റെ ടീഷർട്ടാണിത്. എന്ന് പറയണ മറ്റേ ആ ഒരു ഉണ്ടല്ലോ, അവരുടെ ഒരു ബാൽജ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ അകത്ത്. 25 ദിറംസ്. അത് തന്നെയാണ് നമ്മൾ കണ്ടല്ലോ. ഇല്ല, നീ വിട് ഗൈസ്. നീ മാറ് ഇത് കട്ടെ ഗൈസ്. ഇവിടെ ഒരുപാട് ക്യാപ്പുകളുണ്ട്. ഒന്ന് മാറിക്കൂ കൂട്ടി. ഇതെന്ന് വെച്ചാൽ ഈ ഒരു ഓരോ എന്താണ് സ്റ്റാച്ചു പോലത്തെ സംഭവം. അതെ, ഇതെന്ന് വെച്ചാൽ ആ ബുർജ് ഖലീഫ ഉണ്ടാക്കിയ ആ ഒരു സ്റ്റേജ് മുതൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരിവിടെ ഈ സ്റ്റാച്ചു ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ ആ ഒരു വികാരം നമ്മളിങ്ങനെ തരിപ്പിക്കുന്നുണ്ട് ഗൈസ്, തരിപ്പിക്കുന്നുണ്ട്. അത് ഓരോ സ്റ്റേജ് ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇത്രയും ഒരു ലെവലിൽ കൊണ്ടെത്തിച്ചത്. ഭയങ്കര പ്രൗഡ് തോന്നുന്നു, പ്രൗഡ്. എന്തൊക്കെയാ രക്ഷയില്ല. ഈ ഒരു ലെവലാണ് ഫുൾ കംപ്ലീറ്റ് ആയ ലെവൽ ആണോ. ഇത്രയും ആൾക്കാർ വീണ്ടും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടത്. അതിൽ നമുക്ക് പ്രൗഡായിട്ട് തോന്നുന്ന മലയാളി ആയിരിക്കും, ഉദയകുമാർ, PMCS മാനേജർ. നമ്മളങ്ങനെ എക്സിറ്റിലേക്ക് കടക്കുകയാണ് ഗൈസ്. നമ്മളിവിടെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ കാർ എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് ഒരു വിവരമില്ല. അതിനി തിരക്കി പിടിക്കാൻ എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും. ഗൈസ്, നമ്മൾ അങ്ങനെ പാർക്കിംഗ് കണ്ടുപിടിച്ചു. 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ അലഞ്ഞ് ചുറ്റി നടന്ന പാർക്കിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ എന്താ മുറ്റത്തൊരു മൈനതാവ് കിടക്കുന്നുണ്ട്. ഓക്കെ.